ഹലോ. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ തല തിരിച്ചല്ലേ നിൽക്കണേ അല്ലേ? ഇത് ശരിക്കും ഞങ്ങൾ തലതിരിഞ്ഞ് നിൽക്കണമല്ല, ചെടി തലതിരിഞ്ഞ് നിൽക്കണത് കാണിച്ചു തരാവേ. അയ്യോ കണ്ട, ഇപ്പോൾ ചെടിയല്ലേ തലതിരിഞ്ഞ് നിൽക്കണേ. ഇപ്പോൾ ഇത് എന്തായാലും സംഭവം, അത് ഇത് ചെടി തല കുത്തി എങ്ങനെ വളർത്താം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ പോണത്. അപ്പം ഈ ചെടി തലകുത്തി വളർത്തുന്നതിന് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. കാരണം നമുക്കിത് മരത്തെ തൂക്കിയിടാം, എവിടെ വേണമെങ്കിലും തൂക്കിയിടാം. പിന്നെ ഇത് മഴവെള്ളം കയറി നശിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ വന്ന് നശിക്കുമെന്നോ ഒന്നും പേടിക്കേണ്ട. നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമുക്ക് കാണിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തലതിരിഞ്ഞവർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇത് കാണിക്കാൻ പോകണം, ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. തൂക്കിയേക്കാം. ഉണ്ടോ, ഇവിടെ മരത്തിൽ ഇങ്ങനെ തലകുത്തി കുറേ എണ്ണങ്ങൾ കിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീട്ടിലെ കുറേ തലതിരി ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നോക്കി അല്ലേ? അല്ലേടി? നോ അല്ല, യെസ് പറ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. തലകുത്തി തന്നെ കാണിച്ചേക്കാം. ഒരു കുപ്പി, പ്ലെയിൻ കുപ്പി, അടപ്പ് മാറ്റിയേക്കാം, കത്രിക, പിന്നെ ഇതാ ഈ ടൈപ്പ് ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ കട്ടിയുള്ളൊരു തുണി. ഓക്കെ, ഇങ്ങനെ ഈ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്പോഞ്ച് ഇല്ലേ, സാധാരണ കോട്ടൺ തുണിയല്ല, എന്തെങ്കിലും ഒരു വെള്ളം ഒത്തിരി താഴോട്ട് പോകാത്ത ടൈപ്പ് എന്തെങ്കിലും. പ്ലാസ്റ്റിക് കവർ ആയാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാന്ന്. അപ്പോൾ നമ്മൾ ഈ കുപ്പി എടുത്തു. ഈ കുപ്പിയുടെ ഈ മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ മണ്ണ് നിറയ്ക്കണം നമുക്കതിൽ. അപ്പം ഞാൻ കത്തിയെടുത്ത് അപ്പോൾ ഈ ഒരു അളവിന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെടിയാണ് നടണതെന്ന് അനുസരിച്ചിട്ട് ഇരിക്കും കാര്യങ്ങൾ. കാരണം നമ്മൾക്ക് വെറുതെ ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഈ 10 മണി ചെടികളോ ഇതുപോലത്തെ ഉള്ള ഈ തൂങ്ങിക്കിടക്കുന്ന ചെടികൾ, ഇങ്ങനെ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ചെടികളില്ലേ, അതൊക്കെ ആണെങ്കിൽ അധികം സ്ഥലമൊന്നും വേണ്ട, വേരിന് ഇത്ര മതിയാവും. ആൾക്കാർ തക്കാളി, പാവയ്ക്ക, വലിയ നീളം പയറൊക്കെ ഇതിൽ വളർത്തണ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ കുപ്പികൾ വേണ്ടി വരും. അപ്പം ഞാൻ അത് വളർത്തി നോക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ചെടികളാണ് വളർത്തുന്നത്. ചെടികൾ വളർത്താനായിട്ട് ഇത് മതി. അപ്പോൾ ഇതെടുത്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. അപ്പം ഞാൻ ഈ സ്പോഞ്ച് എന്താ ചെയ്യണേന്ന് വെച്ചാൽ, ഈ സ്പോഞ്ച് നമ്മൾ കണ്ടിച്ചിട്ട് ഉള്ളിലോട്ട് ഇടും. എന്നിട്ട് അതിൽ കൂടെയാണ് നമ്മൾ ചെടി ഇറക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു വായുവട്ടത്തിൻ്റെ വലിപ്പം മതി നമുക്ക് ഈ സ്പോഞ്ച് കവർ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണേ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി എനിക്ക്. അപ്പം ഞാനത് കണ്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ചെടി ഇങ്ങനെ ഇതിലോട്ട് ഇറക്കണം. അപ്പോൾ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് കൊടുക്കുവാണ് ഇവിടെ. മിഡിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു കാണിച്ചു തരാം എങ്ങനെയാണ്. ഒരു മിനിറ്റ് വെച്ചാ വലിക്കല്ലേ. ഇങ്ങനെ ഒരു കട്ട്, ഇടയ്ക്കൊരു കട്ട് ചെടി, ഇടയ്ക്കൊരു കട്ട്, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കട്ട് ഇടയ്ക്കും ചെറിയൊരു വളവ് കൊടുക്കണം. കാരണം അത് ഇടുങ്ങിയിരിക്കാൻ, വൈഡായിട്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു വളവും കൂടെ അതിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തില്ലേ? കട്ട് ചെയ്തെടുത്ത സാധനം നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ടൊന്ന് നനച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെറിയ നല്ല സ്മൂത്ത് സ്പോഞ്ച് ആണെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ടാട്ടോ നനച്ചത്. അതെ, അപ്പോൾ അതുകൊണ്ട് അത് ഓട്ടയുടെ ഉള്ളിലോട്ട് അതിന്റെ ആ തണ്ടങ്ങ് കയറ്റി വെച്ചിട്ട് ഇനി എന്താ ചെയ്യണേ? ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തു ഇങ്ങനെ കണ്ടില്ലേ, അതൊന്ന് ചുളുക്കി പിടിച്ചു. അത് 2 രീതിയുണ്ട്. അതിനകത്ത് ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ അകത്ത് കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കണ്ട. ഇതിനകത്ത് ഇനി ബാക്കി ഇത് ചെയ്താൽ മതി. അത് ഒരു രീതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളിങ്ങനെ എടുത്തു, ഇതേപോലെ തന്നെ നമ്മളത് ഇതിനകത്തേക്ക് വെച്ചു. ഓക്കെ, ഇപ്പം ഇതായില്ലേ? പിന്നെ ഇത് നമ്മളിങ്ങനെ ചുളുക്കിയിട്ട് ഇതിനകത്ത് കൂടെ മേലിൽ കൂടെ ഇങ്ങനെ ഇട്ടു. പക്ഷെ ഇങ്ങനെ ഇടുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയർഫുൾ ആവണം. ഈ തണ്ട് പൊട്ടിപ്പോവാണ്ട്, പൊട്ടിപ്പോവാണ്ട് സൂക്ഷിക്കണം. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതെ ഇതാ ഇവിടെ. അപ്പം ഈ 2 തണ്ടൊക്കെ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. ഒരു തണ്ട് എടുത്താലും മതി. ഞാൻ 2 തണ്ട് ഇത്തിരി അതിൻ്റെ അവിടെയൊക്കെ ഇത്തിരി ഇളക്കം വന്നിട്ടുണ്ട്. പക്ഷെ അത് സാരമില്ല. സാധാരണ ഞാൻ ആൾക്കാർ ഇങ്ങനെ ഇടണതാണ് കണ്ടേക്കണത്. എനിക്ക് കുറച്ചും കൂടെ എളുപ്പം ഇപ്പൊ തോന്നിയിരിക്കണത് ഇങ്ങനെ കയറ്റിയിരിക്കണതാ. അപ്പൊ ഇതിങ്ങനെ ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റുമ്പോ എന്നാന്ന് വെച്ചാൽ മേളിൽ കൂടെ ഇറക്കുമ്പോ എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ തണ്ട് കണ്ടില്ലേ?
തണ്ട് ഇത്രയും മേളിൽ നിൽക്കണം. കാരണം നമ്മൾ അങ്ങോട്ട് മണ്ണ് നിറച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ അടിയിൽ ആ സ്പോഞ്ച് അത് ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി മണ്ണ് നിറയ്ക്കാന്ന് മാത്രമേ ഉള്ളതേ ഉള്ളൂ. വളരെ എളുപ്പം നടാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കാം. മണ്ണ് എന്ത് മണ്ണാണ് നിറക്കുന്നത്? സാധാരണ അതിപ്പോ ചെടി നടുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എന്ത് മണ്ണാണെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെടിക്ക് അനുസരിച്ചിട്ടുള്ള മണ്ണ്, വളം ഉള്ളതാണെങ്കിൽ വളം ചേർത്തിടുക. ഇത് മതി. അപ്പൊ നമ്മള് എത്രത്തോളം മണ്ണങ്ങ് നിറച്ചു. ഓക്കെ. അപ്പൊ ഇതിന് സത്യത്തിൽ നമ്മൾ നേരത്തെ ഓട്ട ഇടണമായിരുന്നു, നമ്മൾ മറന്നുപോയി. ഇപ്പൊ ഓട്ടോ ചെറിയൊരു ഓട്ട ഇവിടെ 2 സൈഡിലുമായിട്ട് ഇടണം. അതാണ് ഇവിടുത്തെ ഒരു അത് മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, ചെടി നശിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം ഓട്ട ഉണ്ടായിരുന്നു, മറന്നുപോയത് സാരില്ല. എക്സൈറ്റ്മെന്റില് മറന്നുപോയി. അത് മതി. അവിടെ ഒരു ഓട്ടയായി, ഈ സൈഡിലൊരു ഓട്ട, അതുപോലെ തന്നെ അത് ഓട്ട സാരല്ല, അവരെ കാണിക്കാനല്ല, അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഓട്ട അത് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തു. കാരണം ഇത് ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഈ വള്ളി ഇതാ ഇങ്ങനെ കണ്ടിച്ചെടുത്തു. എന്താണെങ്കിലും എടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക്കിന്റെ ആണോ വയറാണോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ തുണി ചുരുട്ടി എടുത്തിട്ടാണെങ്കിലും എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ട് അവിടെ നമ്മള് ഒരു നോട്ട് ഇട്ടു, ഒരു കെട്ടിട്ട് കൊടുത്തു. ഇവിടെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു. ഇതെവിടെയാ എങ്ങനെ എത്രയും ദൂരത്തിൽ നിന്ന് തൂങ്ങി കിടക്കണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വലുതോ ചെറുതോ എന്ത് വേണമെങ്കിലും ആക്കാം. അതെ, എവിടെ നിന്ന് തൂങ്ങി കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കണ്ടോ. അപ്പൊ ഇതാണിത്. അപ്പൊ ഇതിന് പിന്നെ ഇനിയിപ്പോ അടുത്ത സംഭവം എന്ന് വെച്ചാൽ നനച്ചു കൊടുക്കണ കാര്യങ്ങള്. ഇത് നനച്ചു കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് നനച്ചു കൊടുക്കണേ. അപ്പം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ അതിൽ കാണിക്കുന്ന വെള്ളം ഒഴിക്കുന്ന ക്ലിയർ ആയിട്ട് കാണിക്കാത്ത കാരണം ഒരു ഐഡിയ കിട്ടിയില്ല. പക്ഷെ ഞാൻ ഒഴിച്ചു നോക്കിയപ്പം ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് വീടിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനൊരു ഇതില്ല, കാരണം അതിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും, ചോരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത് ബാൽക്കണിയിലൊക്കെ വെക്കായിരിക്കും. പിന്നെ മരത്തേലോ അല്ലെങ്കിൽ വീടിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഭംഗിക്ക് തൂക്കിയിടാൻ നല്ലതാണ്. ഇത് വെച്ചിട്ട് പയറ് വളർത്തണേന്റെയും തക്കാളിയുടെ കൃഷിയൊക്കെ ഉണ്ട്. ഇതിട്ട് അത് കുറേ ഉണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ട് തക്കാളി കൃഷിയൊക്കെ നന്നായിട്ട് വരും എന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് തക്കാളി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ചാച്ചനിട്ട് കാണിക്കൂല ചാച്ചാ? പിന്നെ ഇപ്പൊ സെർച്ച് ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നമ്മളോട് ഏത് രീതിയിലുള്ള ചെടിയും എങ്ങനെ വേണമെങ്കിലും തലകുത്തി നിർത്തി വളർത്താം. എന്താ ഞാൻ ഓരോടെ കാണിക്കാന്നും പറഞ്ഞ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്, ഈ ചെടിയൊക്കെ കാണിക്കാന്ന് വിചാരിച്ച് കൊണ്ടുപോകും. ഇത് അതേ രീതിയിൽ തന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കും. ഉണ്ടോ, അതിങ്ങനെ പടർന്ന് വന്നോളും. അപ്പൊ ഇതിന്റെ എല്ലാ പച്ചക്കറികളും വളർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടേക്കണത് പാവയ്ക്കയും നീളം പയറും. തൂങ്ങിക്കിടക്കണതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി എളുപ്പമാണ്. പാവയ്ക്കയും നീളം പയറും തക്കാളിയാണ് ഞാൻ കണ്ടേക്കുന്നത്. വള്ളിയുള്ളതാണ് കാണാൻ രസം. വള്ളിയുള്ള സാധനങ്ങളാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി രസം. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടങ്ങൾ അധികം ഇല്ല കേട്ടോ. അതിന്റെ ഒരു സംഭവം ഇത് കാരണം. ഇല്ലെങ്കിൽ ഇതൊക്കെ ചെടി ഇലകളൊക്കെ കടിച്ചു തിന്നണ്ട, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതില്ലാത്ത കാരണം കുഴപ്പമില്ല. കണ്ടില്ല, ഇവിടുത്തെ ഓരോന്ന് കാണിച്ചു തരാം. അപ്പൊ എന്താന്നുള്ളത് കണ്ടോ, കണ്ടോ, ഇവിടെ ഒരെണ്ണം തൂങ്ങി കിടക്കണല്ലേ. അതങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നത്. അടുത്തത് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണം. ഇപ്പൊ കാണിച്ച ചെടി തന്നെയാ അത്. അതെ, ഇപ്പൊ നമ്മള് ചെയ്തില്ല, ആ ചെടിയാണത്. പിന്നെ അതേ ഒരെണ്ണം ഇത്, പിന്നെ ഒരെണ്ണം ഈ നിൽക്കുന്നത് കണ്ടോ, ഈ നിൽക്കുന്നത് ആ ഒരു ചെടിയാണത്. പിന്നെ ഇതിന്റെ പിന്നെ ഒരെണ്ണം തൂങ്ങി അത് ശരിയായി വന്നിട്ടില്ല. വെള്ളം ഞാൻ ഒഴിക്കണത് എത്താത്ത കാരണം. പിന്നെ അതിന്റെ ഒരു ഗുണം കൂടെ ഞാൻ പറയട്ടെ, ഞാൻ അതിന്റെ മേളിലും തൂങ്ങി കിടക്കുന്ന ചെടി വളർത്തുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പറഞ്ഞ പോലെ അതിനകത്ത്. കാരണം വെച്ചാൽ നമ്മള് അടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മേളിലും ഞാനിങ്ങനെ തൂങ്ങി കിടക്കണ ചെടികൾ, ഈ 10 മണി ചെടിയൊക്കെ നല്ലതാ. അതൊക്കെ അപ്പൊ അടിയിലും മേളിലും ഒരു ചട്ടിയുടെ എങ്ങനെ മുളക് വാങ്ങിയേക്കണം ഒരെണ്ണത്തേല്. ഇതിനകത്ത് മുളകുണ്ട്, മുളക് ഭാഗ്യ വെച്ചേക്കണം, മുളക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതനുസരിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വളർത്താം. നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റില്ല, ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വളർത്താം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജുകളൊക്കെ അയക്കുന്നതും കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ കുട്ടിയുണ്ട്, ഒരു മോളുണ്ട്. അപ്പൊ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. അതെ, ഫാത്തിമ ഷമീർ എന്നാണ് മോളുടെ പേര്. അപ്പൊ മോള് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് മാത്രല്ല ഉമ്മയുണ്ട്.
അപ്പൊ നമ്മുടെ ചാനലിൽ കൂടെ മോൾക്കൊരു ഹായ് പറയാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങള് എല്ലാവരുടെയും ഹായ് ഉണ്ട് ഹായ് ഉണ്ട്. അപ്പൊ അവളിപ്പോ അകത്തിരിക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ ചില്ലുവിനെ കൊണ്ട് ഹായ് പറപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാ പ്രാവശ്യം പറയാനാണ്, നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കീപ്പ് ഓൺ സപ്പോർട്ടിങ് അസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ നിങ്ങൾ തലകുത്തിയൊക്കെ ചെടികൾ വളർത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ടാറ്റാ, സീ യു.